സമയം കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചു വന്ന വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. I would like to bring to your attention to the portion that which we were looking at on last Wednesday, 2 Corinthians chapter 11. 2 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വീണ്ടും നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. Shall we read and hear 2 Corinthians chapter 11 verses 2 to 3? സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. The serpent beguiled Eve in his craftiness. കർത്താവിനോടുള്ള ഏകാഗ്രത വിട്ട് അവരെ വഷളാക്കുന്നത് ചതിവാണ്, വഞ്ചനയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമുക്ക് ധ്യാനിക്കുവാനിടയായി. In the last class we meditated how we lose the purity of devotion in Christ by the craftiness of Satan. അതുകൊണ്ട് വളരെ ഗൗരവമായി നാം ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. മുന്നറിയിപ്പ് എന്നുള്ളത് അപകടം സംഭവിച്ചതിന് ശേഷം നൽകുന്നതല്ല, അപകടം സംഭവിക്കാതിരിക്കാൻ നൽകുന്നതാണ്. So as a result we should be very careful and be aware of the danger which is in front of us, and so that we should be careful, not because of after an accident happens, before even that accident happens we have to be very aware, because the craftiness is at very corner over us. ഇവിടെ ഞാൻ പല സഹോദരന്മാരോട് കൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവരൊക്കെ പറഞ്ഞു കേട്ടത്, ഞങ്ങളേറെ ഫൈൻ അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫൈൻ വരുന്നുണ്ട്, സ്പീഡിൽ പോയാൽ ഫൈന്, മെല്ലെ പോയാൽ ഫൈൻ. അപ്പോൾ പോകാനായിട്ട് ഒരു ക്രമീകരണം അവർ തന്നിട്ടുണ്ട്, അത് ലംഘിച്ചാൽ കാശ് കൊടുത്തേ പറ്റുകയുള്ളൂ. I have been traveling along with different brothers, and many of them have said, if I go in speed there is a fine, if I go slow there is a fine, but there is an order that the system, the transport authority has given for us. കാരണം ഈ പോകുന്ന വഴിയിലെല്ലാം അവിടെവിടങ്ങളിൽ അവരൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, ഈ വിധത്തിൽ വേണം പോകാൻ, ഇത് ലംഘിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. We all understand how they have given us awareness on the roads. There are different signboards. If you follow it there will be no problem. If you go against it there will be a penalty. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നമുക്കും ഒരു മുന്നറിയിപ്പ് തരിക, അപകടം സംഭവിക്കാതിരിക്കാൻ സന്തോഷത്തോടെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. Dear believers, what we are reading from here is how we should move forward in the purity of devotion to Christ. If not, there is an awareness where we will be falling into problems over here. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു എന്ന് നാം കണ്ടു. അവൻ ദൈവവചനത്തോട് കൂട്ടുചേർത്തു, അവനൊരു ഭോഷ്ക് പറഞ്ഞു, വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിവരണം കൊടുത്തു. ഹവ്വ അതിൽ അകപ്പെട്ടു പോയി. We understand from the book of Genesis chapter 3 how the serpent beguiled Eve in the Garden of Eden, how he added to the words of God, how he deceived Eve, and there we see the consequence of what happened later. 11 അധ്യായം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4 വാക്യം നിങ്ങൾ നോക്കുക. അതേ കാര്യം പിന്നെയും ആവർത്തിച്ച് പറയുകയാ, സർപ്പം അന്ന് അങ്ങനെ ചെയ്തെങ്കിൽ ഇന്നും ഇതിനുള്ള സാധ്യതയുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. There is again a warning over here. If the serpent had done it in the Garden of Eden, there the serpent can do it again, and we have to be careful. There is no other Jesus which we preach. There is only one Jesus we preach. വിവരിക്കുന്നത് കണ്ടാൽ നാം പ്രസംഗിക്കുന്ന യേശുവിനെ പോലെ തന്നെ തോന്നുമായിരിക്കാം. അടുത്തേക്ക് വരുമ്പോഴാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള യേശു അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. When the false teachers who preach, when we go far away and hear, it will be sounding exactly like the gospel of Jesus, but when we come closer it is entirely a different Jesus over there. മറ്റൊരു ആത്മാവിനെ കുറിച്ച് പറയുക, വേദപുസ്തകത്തിലുള്ള ആത്മാവല്ല, എന്നാൽ അതേ ആത്മാവാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരാത്മാവിനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ വേദപുസ്തകത്തിലെ ആത്മാവ് പറയുന്നു, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ആത്മാവാണ്. അതുകൊണ്ട് ആ ആത്മാവിനെ പോലെ തോന്നിക്കുന്ന മറ്റൊരു ആത്മാവിനെ കുറിച്ചുള്ള വിവരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. This is an age and time
time there the apostle Paul is telling the Corinthians how there will be a false spirit that preaches exactly like the one Jesus is. ഞങ്ങൾ But it is a പ്രസംഗിക്കാത്ത false മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോസ്തലനായ അതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന മത്തായും അതുപോലെ ലൂക്കോസും യോഹന്നാനും മർക്കോസും ഒക്കെ വിവരിച്ചിരിക്കുന്ന ഒരു യേശുവിൻ്റെ ഒരു സുവിശേഷത്തെ കുറിച്ചല്ല മറ്റൊരു സുവിശേഷം വിശദീകരിച്ചു കൊണ്ടിരിക്കുക. Oh, there are people who will go against this gospel. They will preach against and preach about another Jesus, not like the Jesus which has preached in Matthew, Mark, Luke gospel. Matthew, Mark, Luke over there. അപ്പൊ ആ സുവിശേഷം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ സുവിശേഷമാ, അനുഗ്രഹത്തിന്റെ സുവിശേഷമാ. എന്നാൽ സുവിശേഷങ്ങൾ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാൻ പറയുന്ന സുവിശേഷമാണ്. ഇത് വളരെ അടുത്ത് ചെന്ന് നോക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയൂ. Oh, we can only dilute the difference when we come closer to that gospel of Jesus which talks about the death, burial and resurrection, and it is not a prosperity gospel. That is what Paul is reminding over here. പിതാവിന്റെ മനസ്സുള്ളതായിരിക്കുന്ന പിതാവിന്റെ കരുതലുള്ളതായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യരെ കുറിച്ച് ഭയപ്പെടുന്നെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെക്കുറിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് വളരെ കരുതലുള്ളവരായി വളരെ ഗൗരവത്തോടുകൂടെ മുമ്പോട്ട് പോകുക. ചതിക്കപ്പെടുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. If Paul like a father is concerned about Corinthians over here, oh, this is a message for us this evening. How we have to be very careful. We have to be aware of a false gospel which will affect us over here. അതുകൊണ്ട് ഈ രാത്രിയിലും കർത്താവിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ വളരെ ഗൗരവമായി മനസ്സിലാക്കുക, ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെയോ അല്ലെങ്കിൽ മറ്റൊരു ആത്മാവിനെയോ വേറൊരു സുവിശേഷമോ കേൾക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ഒരേപോലെ തോന്നിയെന്ന് വരാം, ഒരേപോലെയുള്ള വിവരണങ്ങൾ വന്നു എന്ന് വരാം. എന്നാൽ വളരെ ഗൗരവമായി മനസ്സിലാക്കണം, വിശ്വസനീയമായി ഇത് വിശ്വസിക്കുവാൻ കൊള്ളാകുന്നതാണോ എന്ന് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ Oh, as we sit tonight in the feet of Jesus, let us remember very carefully. It might be sounding exactly the same. It might be very colorful over there, but let us not be deviating, diverted to a false gospel. Let us remember the truth and the light of the യേശു gospel. ക്രിസ്തുവും അപ്പോസ്തലന്മാരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള വസ്തുതകളാണ്. മറ്റുള്ളവരുടെ വശീകരണ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത് Oh, എന്നുള്ളത്. Jesus and the apostles have very clearly said, let not you be deceived by others' gospel over ഞാനും there. നിങ്ങൾ ചതിക്കപ്പെടുവാനുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമ്മെ വശീകരിച്ചുകൊണ്ട് ഇതര ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു വിവരണവുമായിട്ട് വരുമ്പോൾ അതിന്റെ മധ്യേ കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനം എന്ത് പറയുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. We should be able to distinguish what the truth is speaking over here in the age and time when we can be deceived and be driven away from the earth. കാര്യങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ചയിൽ നാം ചിന്തിച്ചതാണ്. We already studied these two things last class. ഇന്ന് കർത്താവ് അനുവദിക്കുന്ന പക്ഷം രണ്ട് കാര്യങ്ങളുമെങ്കിലും പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തെ കാര്യം, നാം നമ്മെ തന്നെ ചതിക്കരുത് എന്നുള്ളതാണ്. We, in the brevity of time, let us look into it. We should not be deceiving ourselves. That is the third lesson I would like to bring this evening. അപ്പൊ പിശാച് ചതിക്കും, അത് നമുക്കറിയാം. We all know that Satan deceives. മറ്റുള്ളവർ ചതിക്കും, അത് നമുക്കറിയാം. We know people deceive us. എന്നാൽ നാം നമ്മെ തന്നെ ചതിക്കുന്നവരാണോ അത് പലപ്പോഴും നാം ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഒരു അവബോധം ഉണ്ടായിട്ടില്ല. Shall we understand and look into it? Do we deceive ourselves over here? നമുക്കൊന്ന് നോക്കാം, നമ്മെ തന്നെ ചതിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്ന് വളരെ വേഗത്തിൽ നമുക്ക് Shall നോക്കാം. we quickly look into the areas? How and where are the areas we deceive യാക്കോബിന്റെ ourselves? ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. The book of James chapter 1 and verse 22 we read over there. Be ye doers of the word and not hearers only, deluding your own selves. വചനം കേൾക്കുക മാത്രമല്ല, അത് ചെയ്യുന്നവരായിരിക്കണം. വചനം ചെയ്യുന്നവരല്ലെങ്കിൽ അനുസരിക്കുന്നവരല്ലെങ്കിൽ നാം നമ്മെ തന്നെ ചതിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുകയാണ്. The scriptures clearly says not only hearing but doing, and if not doing over there we are cheating ourselves. ഇന്ന് വചനം കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. Oh, people like to hear the word of എന്നാൽ God. ആ വചനത്തോട് എത്രമാത്രം ഞാൻ അനുസരണമുള്ളവനാണ് എന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്നില്ല. Oh, the people are failing to recognize how am I obedient to that. എന്റെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ പാലിക്കേണ്ടതായിരിക്കുന്ന അനുസരിക്കേണ്ടതായിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ തിരുവചനം എന്നെ പ്രബോധിപ്പിക്കുന്നുണ്ട്. പക്ഷെ അനുസരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. Oh, scripture showed to us how we should lead a pragmatic spiritual life, but I'm failing to obey over here. എബ്രായ ലേഖനം വളരെ ഗൗരവമായി പറയുന്നു, സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നാം പലപ്പോഴും അത് ഉപേക്ഷിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. In the epistle of Hebrews it clearly says how we should not avoid the church meeting, but unfortunately
absolutely we continue doing that. അപ്പൊ സഭായോഗങ്ങൾ നമ്മൾ അത് പറഞ്ഞു ഉപേക്ഷയെ വിചാരിക്കരുത് എന്ന് നാം അങ്ങനെ പറഞ്ഞു ശീലിച്ചു പോയി. അങ്ങനെയല്ല, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക, അത് നിങ്ങൾ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന്. Oh, the epistle is very clear in instructing to us, we should not avoid a church gathering. പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഞായറാഴ്ച വരുന്ന ഒരു കൂട്ടം മാത്രമാണ് സഭായോഗം, അല്ലാത്തതൊന്നും അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് നാം കരുതുന്നില്ല. Most of the time we do not give priority to the other gatherings. We only consider a Sunday gathering. എല്ലാവർക്കും ഒരു പക്ഷെങ്കിൽ വരുവാനുള്ള സാധ്യത ഉണ്ടായി എന്ന് വരികയില്ല. എന്നാൽ സാധ്യത ഉണ്ടായിട്ട് വരുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ നാം ദൈവവചനത്തോട് അനുസരണ മനോഭാവം കാണിക്കുന്നില്ല, നാം നമ്മെ തന്നെ ചതിക്കുന്നവരായി മാറുകയാണ്. It can be a situation for some who cannot make it, but if you have an option and if you do not make it, you are cheating yourselves over നാം here. എത്രമാത്രം ദൈവത്തോടുള്ളതായിരിക്കുന്ന ഏകാഗ്രതയിൽ, യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ എൻ്റെ ഹൃദയം സ്ഥിരമായിരിക്കുന്നുവോ അവിടെയാണ് അവന്റെ സന്നിധാനത്തിലേക്ക് ഓടിപ്പോകുവാനുള്ള താല്പര്യം എനിക്കുണ്ടാകുന്നത്. Oh, how much are we having the purity of devotion to Christ? How much am I running into the feet of Jesus over there? 42-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ആ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ As കാംക്ഷിക്കുകയാണ്. the deer panteth for the waters, there I desire to come closer to you. Psalm 42 we read over there. അപ്പൊ ദൈവവചനം, ദൈവസാന്നിധാനത്തിലേക്ക്, ദൈവികമായിരിക്കുന്ന സംസർഗത്തിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള ഒരാഗ്രഹം എനിക്കുണ്ടാകുന്നത് യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രഹം നിമിത്തമാണ്. Oh, coming to or running to Christ or coming to a church meeting is out of the purity of devotion to Christ here. ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു, നീ ക്ഷമിക്കണം, നീ ക്ഷമയുള്ളവനായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. എന്നാൽ ക്ഷമിക്കുവാൻ മനസ്സില്ലാത്തതായിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുന്നതായിരിക്കുന്ന ഒരു Oh, ജീവിതം. God's word guides us over there, how we should be forgiving others, but we are not able to forgive others over അപ്പൊ there. ദൈവവചനത്തോട് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, എന്നാൽ അത് എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. Oh, I like to hear the word of God, but I'm not able to practice it. Oh, I cannot obey it over there. കാരണം ഈ കാലങ്ങളിൽ നമുക്കറിയാം, കാതുകൾക്ക് ഇൻപകരമായത് മതി, അത് തലയിൽ നിന്ന് തലയിലേക്ക് പോകുകയോ ഹൃദയത്തിലേക്ക് പോകുന്ന ഒരു പ്രവണത Oh, in ഉണ്ടാകുന്നില്ല. this age and time, it is good for the ears. People like to hear what is satisfactory over there, but it can move from head to head, but not from heart to heart over there. എന്നാൽ നമ്മൾ 40-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ചെവികളെ എനിക്ക് തുളച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. We read in Psalm 40 over there how it is where mine ears has thou opened over there. അപ്പൊ ചെവികളെ തുളച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഹൃദയത്തിലേക്ക് ന്യായപ്രമാണം വന്നു എന്നുള്ളതാണ്. Psalm 40 verse 6 over we read over there, my ears has thou opened. That means it comes to the heart directly. ചെവികൾ തുളച്ച് ന്യായപ്രമാണം ഉള്ളിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. After the ears have been opened, when the law came over there, oh, it talks about me over there. ന്യായപ്രമാണം ഉള്ളിലേക്ക് വന്നപ്പോഴേ തിരിച്ചറിഞ്ഞത്, ഇതുവരെ ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ കുറിച്ചാണ്, മോശയെ കുറിച്ച്, അഹ്റോനെ കുറിച്ച്, പത്രോസിനെ കുറിച്ച്, മത്തായിയെ കുറിച്ചാണെന്ന്. എന്നാൽ ഒരു കാര്യം, ന്യായപ്രമാണം എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നെ കുറിച്ചാണെന്നുള്ള അവബോധമുണ്ടായത് ചെവികൾ തുളച്ച് ന്യായപ്രമാണം ഉള്ളിലേക്ക് ഇറങ്ങിയത് കൊണ്ട്. Oh, after the ears have been opened, when the law came to me, I realized it's not talking about Matthew, Peter, or Moses over there. It is talking about me. What about my life? How am I in front of God? 119-ാം സങ്കീർത്തനത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്, നിന്റെ ചട്ടങ്ങളിൽ നടപ്പാൻ തക്കവണ്ണം അവയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. Oh, to walk in your paths, I have hidden the law in my heart over there. അപ്പൊ അവയെ കൃത്യമായി ആചരിക്കേണ്ടതിന് ന്യായപ്രമാണം എനിക്ക് നൽകിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ ചട്ടങ്ങളിൽ തന്നെ നടക്കും. Oh, to honor you, you have given me a law that to keep over there, and I will walk by that. അപ്പോൾ ദൈവവചനം കേട്ട് നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം, നമുക്കൊരു മാറ്റം ഉണ്ടാകണം, പരിവർത്തനം ഉണ്ടാകണം എന്നുള്ളതാ ദൈവം Oh, ആഗ്രഹിക്കുന്നത്. what does God desire? After hearing His word, we have to repent and transform. ഒരു over there. പരിവർത്തനവും ഉണ്ടാകുന്നില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ വന്നിരുന്ന് നമ്മുടെ സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. വെറുതെ കുറച്ച് സമയം നഷ്ടമാക്കി എന്നുള്ളതല്ലാതെ വേറെ ഒരു ഗുണവും ഉണ്ടാകുകയില്ല. After coming over here, listening over here, if there is no repentance and transformation, this is absolutely a waste of time coming ആഴത്തിലേക്ക് here. ഇറങ്ങുന്ന ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം നടത്താനായിട്ട് The ഇടയാകണം. word of God that trusts deep into your heart, let it bring a repentance.
നമുക്കറിയാം ഈ പരിവർത്തനം അല്ലെങ്കിൽ രൂപാന്തരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്ന പല ചിന്തകളും ഉണ്ടാകും. When we talk about repentance and transformation, we have different images that ഞാനൊരു come. ചെറിയ ഉദാഹരണം ഒന്ന് പറയാനായിട്ട് I would താല്പര്യപ്പെടുന്നു. like to bring a small example. നമ്മളൊക്കെ പാമ്പുകളെ കണ്ടിട്ടുണ്ട്. We have all seen snakes. ഇവിടെയല്ല, ഇവിടെ ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഇവിടെ കാണാൻ സാധ്യതയില്ല. എന്നാൽ മരുഭൂമിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴൊക്കെ പാമ്പുകളെ കണ്ടിട്ടുണ്ട്. It might be not in the city area, but when we go to desert, we have snakes. നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അധികം കാണാനായിട്ട് കഴിയും. In the hometowns, we understand, we can see different കുറേ types over there. കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ പുറമേയുള്ള തൊലിക്ക് ഒരു റഫ്നെസ് അല്ലെങ്കിൽ ഒരു വലിയ കട്ടിയാകുന്ന ഒരു പ്രതലം ഉണ്ടാകും. And we understand snakes have a rugged skin after some time. അപ്പൊ കുറെ കഴിയുമ്പോൾ ഇതിന്റെ ഈ പുറമേയുള്ള പടം ഒന്ന് പൊഴിച്ചിട്ട് പിന്നെ ഇതൊരു പുതിയ അനുഭവത്തോടെ ഒരു പുതിയ തിളക്കത്തോടു കൂടെ ഇത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. And we understand the snake skin, which is rugged, it goes off and it becomes rejuvenated to a new one over there. അതൊരു വിധത്തിൽ എന്താ രൂപാന്തരമാണ്. And what can we say? It is a ആ transformation. പുറമേയുള്ളതും ഒക്കെ ഒന്ന് മാറി ഇപ്പൊ ഒരു തിളക്കത്തിന്റെ അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. What the old skin is removed, it goes up and it comes as a shining one over there. ഇങ്ങനെ ഒരു രൂപാന്തരമാണോ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മിൽ നിന്ന് Do ആഗ്രഹിക്കുന്നത്? we have a transformation that God desires like ഒരു that over പുതിയ here? തിളക്കത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു അനുഭവം അതാണോ വാസ്തവത്തിൽ നാം Are ആഗ്രഹിക്കേണ്ടത്? we coming to a shining for God in that manner over there? ഇത് പലപ്പോഴും ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവങ്ങളാണ് കാണാൻ കഴിയുന്നത്. And like that we should see tonight over എന്നാൽ here. മറ്റൊരു കാര്യം പറയാം. Let me say something else. നമ്മളൊക്കെ പുഴുക്കളെ കണ്ടിട്ടുണ്ട്. We have all seen worms. പച്ച ഇലകളിൽ ചെന്ന് അത് തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന കുറെ പുഴുക്കൾ. And we know that how they survive by eating on the ഇതിനെ leaves over കണ്ടു there. കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ അറയ്ക്കും. And when we see that, we despise അതിനെ them over there. കൈകൊണ്ടെടുക്കാനായിട്ട് നമുക്ക് We താല്പര്യമില്ല. do not desire to pluck them. എന്നാൽ ഈ പുഴു ഒരു കൂടുണ്ടാക്കി ആ കൂടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. And when they make a small nest and they get ആ inside, കൂടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഈ പുഴു ചില ദിവസങ്ങൾ ആ കൂടിന്റെ when അകത്തിരിക്കുകയാണ്. they build a nest, they stay inside the nest for അത് some time. കഴിയുമ്പോൾ ആ കൂടിന്റെ ഒരറ്റം അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് പൊളിച്ചിട്ട് അതിൽ നിന്ന് ഈ പുഴു പുറത്തേക്ക് വരുന്നത് പുഴുവായിട്ടല്ല, മറിച്ച് മനോഹരമായിരിക്കുന്ന ഒരു ചിത്രശലഭമായിട്ട്. Oh, after they come out from that nest, from the caterpillar, we understand it comes into a ഇപ്പോൾ butterfly. ഈ പുഴു പോകുന്നത് പച്ചിലകൾ തിന്നാനായിട്ടല്ല. Oh, they are not going to eat the leaves over ഇപ്പോൾ there. ഈ പുഴു ഒരു മറ്റൊരു അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ടു, അത് ചിറക് വെച്ച് പറന്നുകൊണ്ടിരിക്കുകയാണ്. Oh, it changed into a beautiful butterfly and it will be flying off. അതിപ്പോ അന്വേഷിച്ചു പോകുന്നത് മനോഹരമായിരിക്കുന്ന പൂക്കൾ എവിടെയുണ്ട് എന്ന് Oh, നോക്കിയിട്ട്, it goes and search for beautiful flowers over there. എവിടെയാണ് തേനുള്ളതെന്ന് നോക്കിയിട്ട്, Oh, it looks for where is the honey. കുറേയും കൂടെ ഉയരങ്ങളിലേക്ക് പറന്നുയർന്നു പോകാനാണ് അതിന്റെ ആഗ്രഹം എന്ന് Oh, പറയുന്നത്. it desires to go higher over there. അങ്ങനെയാണെങ്കിൽ ഓരോ ദൈവ പൈതലിനും ഉണ്ടാകേണ്ട യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത്, രൂപാന്തരം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. Oh, like that, every believer should have a transformation looking to the heights of where പാമ്പിന്റെ God is പുറമെയുള്ള placing. തൊലിയുരിയപ്പെട്ടു, അതിന് പുതിയ തിളക്കമുണ്ടായി. Just like the snake skin is removed over there, it shines over there. അതിന്റെ അകത്തുള്ള വിഷത്തിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. Oh, it does not change the poison അതിന്റെ വിഷം inside. ഇന്നും അതിൽ തന്നെ Oh, it നിലനിൽക്കുകയാണ്. still has the poison in that. പുറമെയുള്ളതായിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ, പുറമെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. Oh, it can change the outer. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന അവന്റെ ചിന്തയ്ക്ക് മാറ്റം വന്നു, അവന്റെ നോട്ടത്തിന് മാറ്റം വന്നു, അവന്റെ സ്ഥാനങ്ങൾക്ക് മാറ്റം വന്നു. അവൻ കൂടുതൽ മനോഹരമായിരിക്കുന്ന തേനുകളും പൂക്കളും തേടിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് പോകുന്ന അനുഭവം. Oh, dear believer, a believer or a son of God should remember how it should have, he or she should have a transformation, looking to the heights, soaring high with more changes over അതുകൊണ്ട് there. ദൈവവചനം അനുസരിക്കാതെ വരുമ്പോൾ നാം നമ്മെ തന്നെ ചതിക്കുന്നവരായിട്ട് മാറുകയാണ്, രൂപാന്തരമില്ലാത്തവരായി And മാറുകയാണ്. so when we disobey God's word, we do not have a transformation. We end up back in our same അതുകൊണ്ട് ഇന്ന് state. രാത്രിയിൽ ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവെ, മാറ്റേണ്ടതായിരിക്കുന്ന കാര്യം എന്നിൽ എന്താണുള്ളത്? Oh, when God's word is speaking to us, what are the areas of എവിടെയാണ് ഞാൻ transformation? കൂടുതൽ കൂടെ കർത്താവെ രൂപാന്തരപ്പെടേണ്ടത്? Where do I have to change in my life? എവിടെയാണ് കർത്താവെ ഞാൻ അവിടുത്തെ വചനം Where അനുസരിക്കേണ്ടത്? do I have to listen to your word? എങ്ങനെയാണ് കർത്താവെ ഞാൻ കൂടുതൽ പക്വതയോടുകൂടെ ജീവിക്കേണ്ടത്? How can I live with a life of ഇത് maturity? തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അനുഭവമായിരിക്കണം Oh, let നമ്മുടേത്. it be a time where we can understand that. എന്തുകൊണ്ടാണ് ദൈവവചനം അനുസരിക്കാതിരിക്കുന്നത്? Why are we not listening to his ഹോശേയ word? പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. Oh, you do not have the knowledge and that's why you are not changing. എന്റെ ന്യായപ്രമാണം മറന്നതുകൊണ്ട് ഞാൻ നിങ്ങളെയും മറക്കുകയാണ്. Oh, you forgot my law, that is why I'm ന്യായപ്രമാണത്തെ forgetting you. ഓർക്കുവാൻ കഴിയാതെ, ന്യായപ്രമാണത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവവചനത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു അനുസരണത്തിന്റെ മനോഭാവത്തിലേക്ക് വരുവാൻ
വരുവാൻ കഴിയുന്നില്ല. Oh, you're not able to come into an attitude of obedience because you're forgetting the law and forgetting me. രണ്ടാമത്തത് എന്തുകൊണ്ടാണ് ദൈവവചനം നാം അനുസരിക്കാത്തത്? Why are we not listening to God's ഞാനും word? നിങ്ങളും നമ്മുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് Oh, we are not willing to come out of our comfort zone. ഇങ്ങനെയുള്ള ഒരു സുരക്ഷിത മേഖലയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെങ്കിൽ ദൈവവചനം അനുസരിക്കുമ്പോൾ ആ മേഖലകളൊക്കെ ഒന്ന് പൊളിഞ്ഞു എന്ന് വരാം, ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് വരാം. Oh, when we start to obey God's word, we will break our comfort zones and we should come out of എന്നാൽ it. ദൈവവചനം അനുസരിക്കാനായിട്ട് തന്റെ സുരക്ഷിത മേഖലയെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ ചില വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. Oh, when we try to leave out of that, we can understand how we will come face to face എസ്തേറിന്റെ with God. പുസ്തകത്തിൽ എസ്തേർ രാജ്ഞി പറയുകയാണ്, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, അതിനേക്കാൾ വലുത് എന്റെ ജനത്തിൻ്റെതാ വിടുതൽ മാത്രമാണ്. Such is an example of Esther. Even if I have to die and perish today, but the people of God is important. രാജാവിന്റെ അനുവാദം കൂടാതെ ആ രാജാവിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ചെങ്കോലന്റെ നേരെ നീട്ടപ്പെട്ടില്ലെങ്കിലും അവിടെ വെച്ച് ഞാൻ നശിക്കുകയാണെങ്കിലും സാരമില്ല, എനിക്ക് എന്റെ സുരക്ഷിതത്വമല്ല വല്ലത്, ദൈവജനത്തിന്റെ വിടുതലാണ്. We understand the story of Esther. If the scepter of the king is not raised to me, even if I have to perish over there, but the people of God is important to me, even if I die. വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല ചെയ്യുന്നത്, പ്രാർത്ഥിച്ചതുപോലെ പ്രവർത്തിക്കാനായിട്ട് സമർപ്പിച്ചു കൊടുത്ത ഒരു സ്ത്രീരത്നം. Oh, we should understand not only about reading and praying about that, but how she practiced. We will realize that. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരിക. നെഹമ്യാവിനെ കുറിച്ച് നമുക്കറിയാം, ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനം, രാജാവിന്റെ പാനപാത്രവാഹകൻ. We understand cupbearer Nehemiah. When we come to Nehemiah, ദൈവജനത്തിന്റെ നിന്ദയും പരിഹാസവും കഷ്ടതയും കണ്ടിട്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുന്നതായിരിക്കുന്ന ഒരു oh, we മനുഷ്യൻ. understand a man who falls in tears after they were groaning. The people of God are groaning. തനിക്ക് എന്തിന്റെ കേടാ? താനും തന്റെ കുടുംബവും സുരക്ഷിതനല്ലേ? Oh, why is Nehemiah bothered? He is safe in the palace. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട ആവശ്യം തനിക്കെന്താ? Oh, he does not have to go from that court of the king to that place. അവർ ഏതെങ്കിലും നിലയിൽ ആയി പോകട്ടെ എന്ന് നെഹമ്യാവ് Oh, he ചിന്തിച്ചു. could have thought they could have survived anything അവർ over there. കഷ്ടത അനുഭവിച്ചോട്ടെ എന്ന് നെഹമ്യാവ് Oh, ചിന്തിച്ചില്ല. Nehemiah could have left the people of God over there. എന്നാൽ രാജാവിന്റെ അരികിലേക്ക് വന്നിട്ട് വളരെ കുണ്ഠിതനായിരിക്കുന്ന ഈ മനുഷ്യനോട് രാജാവ് ചോദിക്കുമ്പോഴും നെഹമ്യാവിന് പറയുന്നത്, എന്റെ ജനത്തെ കുറിച്ചുള്ള, എന്റെ ആ പട്ടണത്തെ കുറിച്ചുള്ള, എന്റെ സ്ഥലത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യമാണ് എന്നെ വേദനിപ്പിക്കുന്നത്. Oh, that Nehemiah standing in front of a king, he says over there, that is burdening because my people and the walls of Jerusalem are in ruins. എന്റെ over there. പ്രിയമുള്ളവർ, ഒരുപക്ഷെ ഞാനും നിങ്ങളും നല്ല സുരക്ഷിതമായിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം. Oh, we might be in a comfort zone today, my dear എന്നാൽ brothers and ദൈവജനം sisters. കഷ്ടത അനുഭവിക്കുന്നുണ്ട്. Oh, their believers are suffering over here. എനിക്കും നിങ്ങൾക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ സുരക്ഷിത മേഖലയിൽ നിന്ന് നാം വെളിയിലേക്ക് വന്നാലേ Oh, മതിയാകുകയുള്ളൂ. we are responsible to come out of അത് this comfort zone. ചെയ്യുന്നില്ലെങ്കിൽ നാം നമ്മെ തന്നെ ചതിക്കുന്നവരായി If we are not doing this, we are deceiving ourselves. മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ദൈവവചനം അനുസരിക്കുന്നില്ല? Thirdly, why are we not listening to God's word? റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തോട് അനുരൂപപ്പെടുന്നത് കൊണ്ട്. Because in Romans chapter 12 verse 2, there we read like this, because the people are getting according to this world over there. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവദാസനെ ഓർമ്മിപ്പിക്കുക, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, രൂപാന്തരപ്പെടണം. Apostle Paul is telling over there, be not fashioned according to this world, but be transformed by the renewing of your mind. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തോട് ഇണങ്ങി ചേർന്നിട്ട് ലോകത്തിന്റെ ശൈലിയിലേക്ക് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയായി ദൈവമക്കളുടെ ജീവിതം മാറിയില്ലേ? Oh, believers have become very comfortable compromising to the fashions of the world and they are moving accordingly. ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ലോകത്തിന്റെ സാധ്യതകളിലേക്ക് ലോകപ്രകാരമുള്ള ഒരു ജീവിത ശൈലിയായി ദൈവമക്കളുടെ ജീവിതങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. Believers are becoming more accommodating, compromising to the world and they're living against the will of God. നാം ഒരുപക്ഷെങ്കിൽ ഒരു വേർപെട്ട അനുഭവത്തിലൊക്കെ, വിശ്വാസത്തിന്റെ അനുഭവത്തിലൊക്കെ ജീവിക്കുമ്പോഴും ലോകത്തോട് ഇഴുകി ചേർന്നുകൊണ്ട് പോകുന്ന വലിയൊരു തലമുറയെ നമുക്ക് കാണാൻ കഴിയുന്നു. Oh, we might be living in an area of separation, but we see a generation that is coming with the fashions of the world over here. എന്നാൽ നാനും നിങ്ങളും പറയുന്ന ഒരു വസ്തുതയുണ്ട്. Oh, but we always say like this. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാ. We read that in Philippians chapter 3, the last നമ്മുടെ verse. പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. Philippians 3 verse 20, our citizenship is in heaven. We wait for a savior. എന്നിട്ട് Lord താഴെ Jesus വായിക്കുന്നു, അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് എന്ത് ചെയ്യും? Christ. Oh, he will fashion the new body of our humiliation, എന്ത് ചെയ്യും? conform to the body of his glory. അനുരൂപപ്പെടും.
രൂപപ്പെടുത്തും. He will conform us to the body of His ഒരു glory. വസ്തുത ഞാനൊന്ന് ചോദിക്കട്ടെ. Let me ask you like this. ഞാനും നിങ്ങളുമൊക്കെ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? How did we come to know Christ over here? എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ആ അടിസ്ഥാന പ്രമാണം, അല്ലെങ്കിൽ അതിന്റെ വാക്യം എന്താ? What is the foundation of our salvation? മാത്രമല്ല, നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താ? What do we read in John 1 verse 12? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു ഭാഗം മാത്രമേ ആയുള്ളൂ. To them who receive. ഞാൻ ദൈവത്തെ എന്ത് ചെയ്തു? പിതാവായിട്ട് കൈക്കൊണ്ടു. ഇനി മറുഭാഗമുണ്ട്. To them he gave the right to become the children of God, to them that believe in his name. That is only one thing. There are two sides of a coin. ഒരു വശം ശരിയാണ്, ഒരു വശത്ത് എഴുത്തുണ്ട്, ഒരു വശത്ത് രാജാവിന്റെ പടമുണ്ട്, അല്ലെങ്കിൽ ഒരു വശത്ത് സംസ്ഥാന അല്ല ആ രാജ്യത്തിന്റെ എംബ്ലം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു രാജ്യം ബ്ലാങ്ക് ആയിരുന്നു കഴിഞ്ഞാൽ ആ നാണയം വിലയുള്ളതാണോ? We can always think like this: the side of a coin where it has got the emblem or the symbol of that country, and the other side if it has nothing, does that bring any value? എന്ത് സംഭവിക്കണം? രണ്ട് സൈഡിലും ഒരുപോലെ എന്ത് വേണം? അതിന്റെ എംബ്ലങ്ങൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ആ നാണയം മൂല്യമുള്ളതാകൂ. Oh, that coin becomes valuable when both sides get the right picture over there, and that is where it becomes important. ഞാനും നിങ്ങളും ദൈവത്തെ കൈക്കൊണ്ടു, നാം ദൈവമക്കളായി. ഇനി മറുഭാഗമുണ്ട്. We received God, that is one thing, but there is also the other side of that coin. മറുഭാഗം എന്താ? What is that? മറുഭാഗം എന്താ? ദൈവം എന്നെ എന്ത് ചെയ്യണം? ദൈവം എന്നെ കൈക്കൊള്ളു. വാക്യമുണ്ടോ? God has to receive us. Where is that verse? 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം നാം വായിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിപ്പേ. നിങ്ങൾ അവരുടെ അശുദ്ധിയിൽ നിന്ന് നിങ്ങൾ വേർപെട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളുകയുള്ളൂ. രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ കൈക്കൊണ്ടു എന്ന് പറഞ്ഞ് പിന്നെയും മ്ലേച്ഛതയിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവം നമ്മൾ എന്ത് ചെയ്യില്ല? കൈക്കൊള്ളുകയില്ല. Oh, there is the other side, God receiving us, where you have to be living a life of separation, leaving behind all the wickedness of this world. There is God mentioning in 2 Corinthians 6. അവസാനിച്ചിരിക്കാൻ ഞാൻ ഇവിടെ നിർത്താൻ നിർബന്ധിതനായിരിക്കുകയാണ്. I'm going to stop here. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുക, നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. Why does it say over there we have to be conforming to the image of his son over there? എങ്ങനെയാണെങ്കിലും രൂപാന്തരപ്പെടുന്നത്? What is that change over there? എങ്ങനെയാണെങ്കിൽ രൂപാന്തരപ്പെടും? How it is that change? 12-ാം അധ്യായം 2-ാം വാക്യം റോമാലേഖനം. ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് ജീവിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപപ്പെടുമെന്ന് വിചാരിച്ചാൽ നമ്മൾ മണ്ടന്മാരായി പോകും. അതുകൊണ്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരായി തീരും. We should not deceive ourselves without a life of separation. If we are trying to look for a transformation, നമ്മളെ തന്നെ ചതിക്കരുത് കേട്ടോ. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഈ ലോകത്തോട് അനുരൂപപ്പെട്ടിട്ട് നാളെ ഞാൻ ക്രിസ്തുവിനോട് കൂടെ അനുരൂപപ്പെടുമെന്ന് വിചാരിച്ചാൽ നമ്മെ തന്നെ വഞ്ചിക്കുകയാ. നാം മണ്ടന്മാരായി തീരും. Oh, we become foolish ones who think over there, if we are conforming to this world and not living a life of separation, we become fools and we are not looking forward. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മെ തന്നെ ചതിക്കരുത്. God's word is saying, do not deceive ourselves. രണ്ടാമത് നമ്മെ തന്നെ ചതിക്കുന്നു. വളരെ വേഗത്തിൽ വാക്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ നിർബന്ധിതനാ. Let me tell you the next area where we deceive ourselves and then move forward. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. Where we read in John chapter 1 verses 8 to 10, if we say we do not have sin, we deceive ourselves. പറയാനായിട്ട് കഴിയില്ല നാം മിടുക്കരാണ് എന്ന്. Oh, we cannot say we are the smart ones over here. നമുക്ക് പാപമില്ല എന്ന് പറയുന്ന അഹങ്കാരികളായി തീരുകയാണ്. Oh, when we say we do not have sin, മഹാപരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ ഞാൻ ഏറ്റവും കുറവുള്ളവനാ. Oh, in front of the Almighty God, I am the one with more shortcomings. നിന്ന് പറഞ്ഞതുപോലെ പറയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. Or not like the high priest who said we can say like that. ഞാൻ ചുങ്കക്കാരനെ പോലെയല്ല. I am not like the tax collector. ഞാൻ പ്രാർത്ഥിക്കുന്നവനാ. I am the one ഞാൻ praying. പദാരം കൊടുക്കുന്നവനാ. I give donation. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നവനാ. I go ഞാൻ regularly. ആരാധനയ്ക്ക് പോകുന്നവനാ. I go for worship. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. I'm not like ഞാൻ others. മിടുക്കനാണ്. Oh, I am a ഞാൻ good scholar. ഭക്തനാണെന്ന് വിചാരിച്ചുകൊണ്ട് പാപമില്ല എന്ന് പറഞ്ഞു മുമ്പോട്ട് പോകുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. I am a spiritual man. I do not have sin, and when we move forward, we are deceiving അങ്ങനെയാണെങ്കിൽ നമ്മുടെ ourselves. മനസ്സിലുണ്ടാകേണ്ടത് ചുങ്കക്കാരന്റെ മനോഭാവം. അയ്യോ എന്റെ കർത്താവേ, എന്നോട് കരുണ തോന്നിയല്ലോ എന്നുള്ള മനോഭാവമാണ്. Oh, then we should have the heart of a tax collector. Oh, I am the greatest sinner over here.
മൂന്നാമത്തെ കാര്യം, നമ്മെ തന്നെ ചതിക്കുന്ന മൂന്നാമത്തെ കാര്യം, The third thing which we deceive ourselves. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, വിതയ്ക്കുന്നത് കൊയ്യില്ല എന്ന് കരുതുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാ. Oh, we deceive ourselves if we think we will sow what we do not reap. ഞാൻ എന്താണോ വിതയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ തന്നെ തിരിച്ചറിയണം. Oh, I should understand what do I sow ഞാൻ to what I വിതയ്ക്കുന്നത് reap. തന്നെ കൊയ്യുകയുള്ളൂ. Whatever I sow, I will അതിന്റെ reap മുകളിൽ that പ്രിയ back. ദൈവത്തെ ആരും പരിഹസിക്കരുത്. Oh, we should not mock God നിങ്ങൾ like പിന്നീട് manner. നിങ്ങൾ സാവകാശം പോലെ വേദഭാഗങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും You ചെയ്യുക. can go ahead and read it later. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് പറയുക, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുമെന്ന് പറയുകയാണ്. Oh, the scripture is very clear. One who sows in the spirit will reap over there, but the ones who sow in the world over there, they will 5-ാം reap അധ്യായത്തിൽ വളരെ wickedness. ഗൗരവമായിട്ട് പറയുക, നാം എന്താണ് വിതയ്ക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ In പറയുന്നുണ്ട്. chapter 5, it clearly says, what അതുകൊണ്ട് do ഈ we രാത്രിയിൽ sow? നാം ഒന്ന് പരിശോധിക്കുക, ഞാൻ എന്താണ് വിതയ്ക്കുന്നത്. Oh, let us look very carefully. What do we sow? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം നമ്മെ തന്നെ ചതിക്കുന്നവരായി തീരരുത്. Oh, let us not deceive ourselves. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് നമ്മെ ഒന്ന് പരിശോധിച്ചു നോക്കാം. യേശു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്നത് ഞാൻ എന്നെ തന്നെ സ്വയം ചതിച്ചത് കൊണ്ടാണോ എന്നുള്ളത് ഈ രാത്രിയിൽ ഒന്ന് This പരിശോധിക്കുവാനിടയാകട്ടെ. evening shall we take a step very carefully in the purity of our devotion to Christ. Are we deceiving ourselves? ഒരുപക്ഷെങ്കിൽ സാത്താന്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ അകലത്തിലൊക്കെ ആയിരിക്കും നാം പോകുന്നത്. Oh, we might be understanding the craftiness of Satan. മറ്റുള്ളവരുടെ വശീകരണ വാക്കുകളിൽ നിന്ന് നാം ഒഴിവുള്ളവരായി തീർന്നു എന്ന് വരാം. We might be leaving away from others എന്നാൽ എന്റെ deceiving us. വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണോ പോകുന്നത്? Oh, in my personal life, am I deceiving God and going നമുക്ക് forward? എങ്ങനെ വെളിയിലേക്ക് വരാനായിട്ട് കഴിയും? How can we come forward out of യാക്കോബിന്റെ that? ലേഖനം 4-ാം അധ്യായത്തിൽ ദൈവത്തോട് അടുത്ത് വരിക എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. You come closer to God and God will come closer to you. We read in the എന്റെ Bible. പ്രിയമുള്ളവരെ, സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോകുവാൻ ഏകമാർഗം ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് വന്ന് അവനോട് ഏറ്റവും അടുത്ത് ജീവിക്കുക. സാത്താൻ നമ്മെ വിട്ട് ദൂരത്ത് പോകും. Oh, come closer to God and Satan will run away from you. He will flee from you. That is what the scripture says. Very മറ്റുള്ളവരുടെ clearly. വഞ്ചനയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒഴിവുള്ളവരായി ജീവിക്കാം? How can we- നമ്മുടെ മനസാക്ഷി ദൈവവചനത്തിന് മുൻപാകെ കർത്താവെ ഞാൻ പാലിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങൾ അത് എനിക്ക് വ്യക്തമാക്കി കൂടുതൽ വെളിപ്പെടുത്തി തരണം. Oh, let us come with an attitude of prayer and submission to God to run away from the deception of others. മൂന്നാമത്, എങ്ങനെ നമുക്ക് നമ്മെ തന്നെ ആ ചതിവിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും? ആത്മാവിനെ അനുസരിച്ച് നടക്കുക, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല. Oh, if you follow the heart and according to the Spirit of God, then we ദൈവത്തിന്റെ avoid പരിശുദ്ധാത്മാവിനെ deception. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം. Oh, let us guide ourselves by the Spirit ദൈവത്തിന്റെ guides us. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ജീവിക്കുന്ന ഒരു Oh, അനുഭവം. let us not grieve the Holy Spirit. നമുക്ക് ആത്മാവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു അനുഭവം. Let us understand and listen to the voice of the Spirit of God. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള മഹത്തായിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മനോഗൃഹത്തിൽ കേൾപ്പിക്കുമ്പോൾ അതനുസരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ആഗ്രഹം. Let us be obedient to the Spirit of God and move forward according to the will of the Father. അങ്ങനെയാണെങ്കിൽ നാം നമ്മെ തന്നെ ചതിക്കാത്തവരായി തീരും. And that's how we move away without deceiving യേശുക്രിസ്തുവിനോടുള്ള ourselves. ഏകാഗ്രതയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. Let us move in the purity of devotion to മറ്റു Christ. യാതൊന്നും അവനോടുള്ള എന്റെ ആ സ്നേഹത്തിൽ നിന്നെ Or വ്യതിചലിപ്പിക്കുകയില്ല. let not others deceive ourselves, let അനുദിനവും others deceive അവന്റെ away from us. സ്വഭാവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് ഞാൻ മുമ്പോട്ട് Or പോകുകയാണ്. let us transform ourselves and move with Him. ഇന്ന് യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടു പോയിട്ട് നാളെ അവന്റെ രൂപത്തോട് ഞാൻ അനുരൂപപ്പെടുന്ന ഒരു ദിവസം Or let us move with the character of our God, and tomorrow we will be moving with Him over there in glory. സംഭവിക്കാനുള്ളത് കൊണ്ട് ഇന്ന് നമുക്ക് കർത്താവിനെ കൂടുതൽ അറിയാം. Or let us come closer with understanding and move understand the പൗലോസിനെ knowledge പോലെ of ഒരു Christ. അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ടാകട്ടെ. Oh, let us have the desire like that. എനിക്ക് അവനെ ഇനിയും അറിയണം, എനിക്ക് അവനിൽ ഇരിക്കണം, Oh, I need to understand and know Him എനിക്ക് more over അവനെ there. കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് വരണം. Oh, I should come into that safety in His അതിനേക്കാൾ knowledge. കുറഞ്ഞ് ഞാൻ ഒന്നും Oh, I do ആഗ്രഹിക്കുന്നില്ല. not desire anything less over അതിനായിട്ടുള്ള there. അത്യാഗ്രഹം ഈ രാത്രിയിൽ Let us നമുക്കുണ്ടാകട്ടെ. have the desire more over here. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി. All our lives will be more blessed over ക്ഷണികമായിരിക്കുന്ന there. വെള്ളത്തിലുള്ള കുമിള പോലെ പൊട്ടിപ്പോകുന്ന ഈ ജീവിതം ധന്യമായിരിക്കുന്ന അനുഭവത്തിലേക്ക് യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയും. Oh, let us look into our Christ. Let our devotion to be into Christ, because our life is like a bubble over here. ഈ വചനം അതിനായിട്ട് നമ്മെ ഏവരെയും സഹായിക്കും. May these words help us. കർത്താവിന് മഹത്വം. May the Lord's name be glorified.